എല്ലാവർക്കും നമസ്കാരം. ഇത് പ്രകൃതിയുടെ വരദാനമായ ഒരു ചെറിയ നീരുറവയാണ്. ഒരു ഒരു മഹാനദി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്ന് പറയാം. ഈ ഇറ്റിറ്റ് വീഴുന്ന ജലകണങ്ങളാണ് ചെറിയ ചാലുകളായി താഴേക്കൊഴുകി അതിങ്ങനെ കുറച്ചുകൂടെ വലിപ്പം വെച്ച് കുറച്ചുകൂടി ഈ ചെറിയ കയ്യാണികളായി ഇല്ല ചെറിയ ചെറിയ അരുവികളായി വളർന്ന് അങ്ങനെ മുമ്പോട്ട് വന്ന് അതിൻ്റെ വിവിധ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതുകൊണ്ട് ഇത്രയും ഒരു അരുവിയിൽ ഒരു ഉറവയിൽ നിന്ന് വരുന്ന നീരൊഴുക്കാണ് ഈ കാണുന്നത്. ഇതെല്ലാം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാതെ വെറുതെ ഒഴുകി പോവുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഇതിപ്പോൾ ആ ഒരു ഉറവയെല്ലാം കൂടെ നേരിട്ട് വന്നിട്ട് ഒഴുകി വരുന്ന ഒരു ഒരു കാഴ്ചയാണിത്. ഇത് ഇത് കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് ഉറവയും കൂടെ കൂടി വന്നിട്ട് ഒഴുകി വരുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെ പല ഉറവകൾ ഒത്തുചേർന്ന് ഒരു ചെറിയ കൈത്തോടുകളായിട്ട് ആ കൈത്തോടുകൾ പലതും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു ചെറിയ തോടാണ്. ഇവിടെ മുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ട് തോടുകൾ കൂടിച്ചേരുകയാണ്. അങ്ങനെ ഒരു ചെറിയ വെള്ളം ഒഴുക്കായിട്ട് അതിങ്ങനെ വർദ്ധിക്കുന്നു. അത് വീണ്ടും വീണ്ടും ഈ പല നീരുറവകൾ ആ കൂട്ടത്തിലേക്ക് ചേർന്ന് ശക്തമായ നീരൊഴുക്കായിട്ട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെല്ലാം വെറുതെ അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇവിടെ എല്ലാം ചെക്ക് ഡാമുകൾ വരണം. ചെക്ക് ഡാമുകൾ വന്ന് ഈ വെള്ളമെല്ലാം സംഭരിച്ച് അത് ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം ഈ കീഴ്ഭാഗത്തേക്ക് ഒഴുക്കി വിടുന്ന സംവിധാനങ്ങളാണ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മുകളിൽ കൊച്ചരുവികളും കൊച്ചു കൈത്തോടുകളും നമ്മൾ കണ്ടു. അങ്ങനെ പല കൊച്ചരുവികൾ വരുന്ന ഒരു ചെറിയ തോടാണ് ഈ ഒഴുകി. ഇതുപോലെ മറ്റനേകം 2-3 തോടുകളാണ് തൊട്ടതായിട്ടും ഇതിലൂടെ എന്ന് പറയുന്ന പഴയകാല ഈ വെള്ളമെല്ലാം ഒരാവശ്യവുമില്ലാതെ വെറുതെ അറബിക്കടലിലേക്ക് ഒഴുകിപ്പോയിട്ടില്ല. ഇടുക്കി ഡാമിലേക്ക് ഒഴിഞ്ഞിട്ടില്ല. ഇത് നേരെ ഒഴുകി പെരിയാറ്റിലേക്ക് എന്നും ഈ പെരിയാറ്റിൽ നിന്ന് വെറുതെ ഒഴുകി പോകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ നടത്തുന്നത്. ഇത്രയും വില പിടിച്ച ഈ ജലം ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ മൂന്ന് ഭാഗത്തായിട്ട് ഒരു 5 അടി പൊക്കത്തിൽ ഒരു ചെക്ക് ഡാമായിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് ആ ഒരു പ്രദേശത്ത് വെള്ളം കിട്ടും. അത് നിറഞ്ഞു കഴിയുമ്പോൾ ആ വെള്ളം സ്വാഭാവികമായിട്ട് കവിഞ്ഞ് ഇതുപോലെ തന്നെ ഒഴുകും. ഒരു 100, 150, 200 അടി താഴ്ചയിൽ 1 കിലോമീറ്റർ അത്രേ മറ്റൊരു ചെക്ക് ഡാം ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതിന് വെള്ളം നിറയും. ഈ പ്രദേശത്തെ ജലദൗർലഭ്യം നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ഒരു മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ജലത്തിന് വളരെയേറെ ദൗർലഭ്യമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ. അപ്പോൾ മഴക്കാലത്ത് ഈ വേനൽക്കാലത്ത് ഒഴുകിപ്പോകൊണ്ടിരിക്കുക. മഴക്കാലത്ത് ഈ ഒഴുകിപ്പോകുന്ന പണ്ടൊക്കെ നമ്മളുടെ കണ്ണങ്കശികളുണ്ടായിരുന്നു. ഈ പാടങ്ങൾ, ഇതിൻ്റെ കണ്ടങ്ങളെന്ന് പറയുന്നത് വെള്ളത്തെ ഒരു സ്പോഞ്ച് പോലെ പിടിച്ചു കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ ഒരു സംവിധാനമില്ല. എല്ലാം ചുറ്റി കെട്ടിയിട്ട് അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളം കുറച്ച് തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ആ ചുറ്റുപാടുള്ള കിണറുകളെല്ലാം റീചാർജ് ചെയ്യപ്പെടും, കുളങ്ങൾ റീചാർജ് ചെയ്യപ്പെടും. ഈ പറമ്പുകളിലെല്ലാം ആവശ്യത്തിന് വെള്ളം സംഭരിക്കും. അപ്പോൾ ജലത്തിൻ്റെ ഒരു ദൗർലഭ്യത്തിൻ്റെ ക്ഷാമം നമുക്ക് ഒരു കാലത്തും ഉണ്ടാകില്ല എന്നുള്ളത് വസ്തുതയാണ്. പോരാതെ ഈ കപട പരിസ്ഥിതിവാദികളാണ് ഇത്തരം കാര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു തോടിന് ഇല്ലെങ്കിൽ ഒരു ചെക്ക് ഡാമിന് ഇവിടെ ഒരു സർവേ നടന്നുപോയി. അപ്പോൾ അതിന് ഇന്നിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കേൾക്കുന്നത് കണ്ടു. ഇവിടുന്ന് 2 കിലോമീറ്റർ താഴെ ഇതുപോലെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെക്ക് ഡാമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേനൽക്കാലത്ത് ആളുകൾ നീന്തൽ പഠിക്കുന്നതിനും നീന്താനുമായിട്ടും കൃഷി ആവശ്യങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം ആളുകൾക്ക് കുഴിക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളം അതിന് ചീപ്പ് പോലെ നമ്മൾ ഈ പലകകൾ ഇറക്കി വെച്ച് വെള്ളം ക്രമീകരിക്കുന്ന ഒരു സംവിധാനം. അത് നിറഞ്ഞ് ആ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കും. അതിനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ചെക്ക് ഡാമുകൾ ചെയ്ത് ചില കപട പരിസ്ഥിതിവാദികൾ പറഞ്ഞു കേൾക്കുന്നത് ആ സമീപത്തുള്ള വീട്ടുകാർ ഈ സാനിറ്ററി നാപ്കിൻസ് അത് വേസ്റ്റായിട്ട് അത് ഈ വെള്ളത്തിൽ കൂടെ ഡബ് ചെയ്യുകയാണ്. ഒരു പ്രധാനപ്പെട്ട ആക്ഷേപ ചെക്ക് ഡാമിനോട് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ റോഡുകളിൽ കൊണ്ടുപോയി മാലിന്യം നിക്ഷേപിക്കുമ്പോൾ അത് ക്യാമറ വെച്ചും വെക്കാതെയും ആൾക്കാർ പഞ്ചായത്ത് അധികൃതർക്ക് പോയി കണ്ടുപിടിച്ചിട്ട് ഇവരിൽ നിന്ന് പിഴ ഈടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ വീട്ടുകാരാണ് എന്നറിയാൻ ഈ ആരെ അവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന പരിഗണന ഈടാക്കുന്നുണ്ടാവും. അവരുടെ ശുദ്ധജലസ്രോതസ് മലിനമാക്കുന്നവരെ പിടിക്കാൻ, അവരിൽ നിന്ന് പിഴ ഈടാക്കാൻ ഈ നാട്ടുകാർക്ക് സാധിക്കില്ല. അപ്പോൾ വെറുതെ ഇത്തരം മുരട്ട് തത്വവാദങ്ങൾ പറഞ്ഞ് ഇത്തരം നല്ല നല്ല പ്രവർത്തികളെ മോശമാക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 25 കോടി രൂപയാണ് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് വാത്തിക്കുടി പഞ്ചായത്തിനും മര്യാദ 2-3 പഞ്ചായത്തുകൾക്കായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥലത്തെ MLA അദ്ദേഹം തന്നെയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി. അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കേട്ടു. ആ വാർത്ത വന്നതിന് തൊട്ട് പുറകെയാണ് കുറേ കപട പരിസ്ഥിതിവാദികൾ ഇറങ്ങിയിരിക്കുന്നത്. ചെക്ക് ഡാമുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇതെന്താണ് ചെക്ക് ഡാമുകൾക്കുള്ള തകരാറ്? അതുപോലെ പറയുന്നില്ലല്ലോ. ഇത് ആരുടെയും വെള്ളം കയറി പരന്ന് വെച്ച് പോകുന്നില്ല. ഇപ്പോൾ 5 വർഷം ആളുകൾ പറമ്പുകൾ സമീപത്തുണ്ടെങ്കിൽ അവരുടെ കൺസൾട്ട് വാങ്ങിച്ച് അവരുടെ പറമ്പിൽ വെള്ളം റീചാർജ് ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല, തടസ്സമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഈ കപട പരിസ്ഥിതിവാദികൾ പറയുന്നത് മണൽ ഖനനം, ഈ പുഴകളിൽ ഇപ്പോൾ ഇവിടെ
ചെക്ക് ഡാം വന്നാൽ ഈ പ്രദേശത്തുള്ള മണ്ണെല്ലാം അവിടെ ഒന്ന് അടിയും. അത്യാവശ്യം വീട്ടുകാർക്ക് വേണേൽ വാരി എടുക്കാം. ഇത് വാരി എടുത്തുകൊണ്ടാണ് ഈ കള്ളന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അവരുടെ ഇഷ്ടപ്രകാരം പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ പാഴ്പണികളും ഈ മലിന വസ്തുക്കളെല്ലാം ചേർത്ത് ഈ മണൽച്ചാട്ടുകൾ നടത്തി വെച്ച് വെള്ളത്തിൽ തടസ്സം ഉണ്ടാക്കി ആ വെള്ളം പറമ്പുകളിലേക്ക് കയറ്റിവിട്ട് കൃഷി ചെയ്തങ്ങൾക്ക് ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കാലഘട്ടം മാറി റോഡിലാർക്കും തടസ്സപ്പെടുത്താൻ സംവിധാനമെല്ലാം ഉണ്ടെങ്കിൽ ഇത്തരം കാരണമുള്ള പരിസ്ഥിതിവാദികൾ എന്നെ എതിരിരിക്കും. അത് സർക്കാർ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ഈ വെള്ളം സംഭരിക്കാനുള്ള ഇല്ലെങ്കിൽ ഈ വെള്ളം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർപ്പിക്കാനുള്ളത്. ബാക്കി കുറച്ച് കാഴ്ചകൾ മുമ്പ് കാഴ്ചകളുണ്ട്. ഒരു ചെറിയ അരുവി ഉണ്ടാകുന്നതിന്, അതിൻ്റെ ഉറവ ഉണ്ടാകുന്നതിന് ഇതൊക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മൾ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വെറുതെ ഒഴുക്കിവിട്ട് നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മാക്സിമം എടുക്കണം. എടുത്തതിന് വെള്ളത്തെ തടസ്സപ്പെടുത്തുകയല്ല. ഈ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോട്ടെ, പക്ഷെ അവനവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ മിച്ചമുള്ളവരുള്ള ഒഴുകിപ്പോട്ടെ, അതൊരു തടസ്സം നിൽക്കരുത്. അതൊരു തടസ്സം നിൽക്കുന്ന ഏത് കപട പരിസ്ഥിതിവാദികളായാലും അവരെ ഒറ്റപ്പെടുത്തണം. അവരെ നിയമപരമായ രീതിയിൽ നടപടികൾ സ്വീകരിക്കണം. ഇത്തരം പദ്ധതികൾ ഉന്നയിക്കുന്ന ഇല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുവരുന്ന ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ, ഏത് മന്ത്രി ആയിക്കോട്ടെ, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിന് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചില രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ, ഇല്ല വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി ഉള്ള പണികൾ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ അർഹമായ രീതിയിൽ അവഗണിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രിയോടും ബാക്കി ഈ സമൂഹത്തിലുള്ള നാട്ടുകാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.